എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത്. തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും കൃത്യമായി ശീതീകരിക്കാതെയും രാസവസ്തുക്കൾ തളിച്ചതുമായ മത്സ്യം ലോറികൾക്ക് പുറമെ ട്രെയിനിലും വലിയ അളവിൽ കേരളത്തിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കൊല്ലം ജില്ലയിൽ വ്യാപകമായി ഇത്തരത്തിൽ ട്രെയിനുകളിലും ലോറികളിലും മത്സ്യം എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആവശ്യക്കാർ വർദ്ധിച്ചതോടെ ലോറികളിൽ കൊണ്ടുവന്ന മത്സ്യം വഴിനീളെ ഇറക്കി വിൽപ്പനയും ആരംഭിച്ചിട്ടുണ്ട്. അതിർത്തികളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ സ്ക്വാഡുകൾ ഉണ്ടെങ്കിലും രാസവസ്തുക്കളുടെ സാന്നിധ്യവും പഴക്കവും അതിവേഗം നിർണ്ണയിക്കാനുള്ള സംവിധാനമില്ല. തൊടുമ്പോൾ കുഴിഞ്ഞാൽ മത്സ്യത്തിന് പഴക്കമുണ്ട് എന്നാണ് അർത്ഥം. കുഴിഞ്ഞ ശേഷം പൂർവ്വസ്ഥിതിയിലായാൽ പച്ച മത്സ്യമെന്നും അർത്ഥം വരുന്നു. ചെകിള ചുവന്നിരിക്കുന്നത് പച്ച മത്സ്യമാണ്. കാപ്പിപ്പൊടി നിറമാണെങ്കിൽ ചീഞ്ഞ മത്സ്യമാണെന്നർത്ഥം. കറുത്തതാണെങ്കിൽ വളരെ പഴക്കം ചെന്നതാണെന്നും മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള മത്സ്യം വാങ്ങി കഴിക്കുന്നവർക്ക് വയറിളക്കം, ഛർദി തുടങ്ങിയ രോഗപ്രശ്നങ്ങൾക്ക് കാരണമാകും. ട്രോളിംഗ് നിരോധന സമയത്ത് ആഭ്യന്തര മത്സ്യലഭ്യത കുറഞ്ഞ സാഹചര്യത്തിലും കൊല്ലം, തൃശൂർ ജില്ലകളുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ പുറത്തുനിന്ന് മത്സ്യം എത്തിയിരുന്നു. നീണ്ടകര വാടിയ മത്സ്യം എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് മത്സ്യക്കച്ചവടം ചെയ്തിരുന്നത്. ഇത്തരം മത്സ്യങ്ങൾ കഴിച്ച് നിരവധി ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അപ്പോൾ മത്സ്യം വാങ്ങുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക.